Assalamu alaikum. Hi, my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So, welcome back to your English class. We know that we have finished lesson 3, isn't it? അപ്പോൾ നമ്മൾ ലെസൺ 3 ഫിനിഷ് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് വെക്കേഷൻ കിട്ടി. മാഷാ അല്ലാ. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് യുവർ വെക്കേഷൻ വെരി വെൽ. എല്ലാവരും വെക്കേഷനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോ? വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നോ അതോ ഇടയ്ക്കൊക്കെ പഠിച്ചോ? മിസ് പഠിക്കാനൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ പഠിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി ഒരു ഗ്രാമർ പോർഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ ഫിനിഷ്ഡ്. പിന്നെ ഇൻഷാല്ലാ നമുക്ക് എന്തെന്നാ ലെസൺ 1, 2 and 3 ഈ 3 ലെസൺ കൂടി പഠിച്ചു കഴിയുമ്പോഴത്തേനും പീരിയഡിക് എക്സാമിൻ്റെ പോർഷൻ കവറായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്നു മുതൽ ഇടുന്ന വീഡിയോസും എല്ലാം ബാക്കി കാണാനുള്ളതുകൂടി കാണുക. അപ്പോൾ ഗ്രാമറിൻ്റെ പോർഷൻ ഫിനിഷ് ആകും, നമ്മുടെ പോർഷൻ ഫിനിഷ് ആകും ഇൻഷാല്ലാ. എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദുആ ഫോർ നോളജ്. ഓക്കെ, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ വബിക നസ്തഈനു യാ ഫത്താഹു റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ മിസ് പറഞ്ഞു ഇന്ന് നമ്മൾ വേറെ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. വിച്ച് ജംഗ്ഷൻ? ഗ്രാമർ ജംഗ്ഷൻ അല്ലേ? ഏത് ജംഗ്ഷനാണ്? ഗ്രാമർ ജംഗ്ഷൻ. ഗ്രാമർ ജംഗ്ഷനിലേക്ക് പോകുമ്പോഴേ നമുക്ക് കുറച്ച് എനർജിയൊക്കെ വേണം. ഹാവ് യു ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണോ? എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുവാണോ? വെള്ളമൊക്കെ കുടിച്ചോ? ഹോപ്പ് യു പീപ്പിൾ ഹാവ് കെപ്റ്റ് ഓൾറെഡി എ ബോട്ടിൽ ഓഫ് വാട്ടർ ബിസൈഡ് യു. നിങ്ങളുടെ അടുത്ത് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓൾറെഡി റെഡി ആയിരിക്കുകയാണെന്ന് തന്നെ മിസ് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓപ്പൺ ദ പേജ് നമ്പർ 30. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 30 അങ്ങോട്ട് തുടങ്ങുകയാണ്. 30 ഇങ്ങ് താഴെ കിടക്കുകയാണ്, ബോട്ടം. താഴെ നോക്കിക്കോളൂ, ഗ്രാമർ ജംഗ്ഷൻ ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, റീഡ് ദി സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഞാനങ്ങ് വായിച്ചു, സ്റ്റാർട്ട് ചെയ്തോട്ടെ? എല്ലാവരും റെഡി അല്ലേ ഗ്രാമർ പഠിക്കാൻ? വി ആർ ഗോയിങ് ടു പ്ലേ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഓക്കെ, ലിസൺ. She ran and ran till she tumbled right down a rabbit hole. The word involved is called a conjunction. Conjunctions or joining words are used to join words or sentences. അല്ലേ? അപ്പോൾ എന്താണ് ആ സെൻറ്റൻസ്? She ran and ran till എന്നുള്ളൊരു വേർഡ് ചേർത്തിട്ട് അവർ 2 സെൻറ്റൻസിനെ ജോയിൻ ചെയ്തു. അങ്ങനെ 2 സെൻറ്റൻസിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുന്നതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഈ കൺജങ്ഷൻ എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾ 2ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഐ ഹാവ് ടോട്ട് യു ദ സെയിം മാറ്റർ ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്. നിങ്ങളുടെ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാകുമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നതും കൺജങ്ഷൻ തന്നെയാണ് കേട്ടോ. സോ ടേക്ക് പേജ് നമ്പർ 31. എക്സാമ്പിൾസ്: ഐ ലൈക്ക് ഡാൻസിങ് ആൻഡ് പെയിൻറ്റിങ്. ഐ ലൈക്ക് ഡാൻസിങ് ആൻഡ് പെയിൻറ്റിങ്. എന്തെന്നാ നമ്മൾ പഠിക്കുന്ന ഗ്രാമർ? Conjunction. And what do you mean by conjunction? The joining word used to join 2 sentences. Joining word used to join words or sentences. വേർഡ്സിനെയോ അല്ലെങ്കിൽ സെൻറ്റൻസിനെയോ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ജോയിനിങ് വേർഡാണ് conjunction. Did you understand? What do you mean by conjunction? Conjunctions are joining words. എന്താണത്? ഡെഫിനിഷനൊക്കെ പഠിച്ചു വെച്ചോ. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ചോദിക്കും എന്താണ് കൺജങ്ഷൻ. യു ഹാവ് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ജോയിനിങ് വേർഡ്സ്. കൺജങ്ഷൻസ് ആർ ജോയിനിങ് വേർഡ്സ്. അപ്പോൾ ഈ ജോയിനിങ് വേർഡ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വി നീഡ് ടു ജോയിൻ വേർഡ്സ് അല്ലേ? നമുക്ക് വേർഡ്സ് ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിലോ സെൻറ്റൻസസ് നമുക്ക് സെൻറ്റൻസസ് ജോയിൻ ചെയ്യണമെങ്കിലോ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ കൺജങ്ഷൻസ് ആർ joining words that we use to join words or sentences. Words ഇനെയോ സെൻറ്റൻസസിനെയോ
ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജോയിനിങ് വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും കൺജങ്ഷൻസ് കുറേ ഉണ്ടല്ലേ, നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ആൻഡ്, ബട്ട് അല്ലേ, ആൻഡ് പഠിച്ചിട്ടുണ്ട്, ബട്ട് പഠിച്ചിട്ടുണ്ട്, ടിൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി പുതിയത് കുറച്ച് പഠിക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവരൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഓൺ ടൈം ബട്ട് ദ ബസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ബട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുക? ആൻഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരേപോലത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും അതിനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടാനായിട്ട് നമ്മൾ ആൻഡ് യൂസ് ചെയ്യും. പക്ഷേ രണ്ട് സെൻറ്റൻസ്, അതിലൊരു സെൻറ്റൻസിൽ എന്താണോ നടക്കേണ്ടിയിരുന്നത് അത് മറ്റേ സെൻറ്റൻസിൽ നടന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ബട്ട് ഉപയോഗിക്കും, ബട്ട് യൂസ് ചെയ്യും. ഓക്കെ, വി റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് ഓൺ ടൈം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ടൈമിൽ തന്നെയാണ് വന്നത്. ബട്ട് ദ ബസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. പക്ഷേ വന്നിട്ട് കറക്റ്റ് ടൈമിൽ വന്നിട്ട് കാര്യമില്ല. എന്താ, ബസ് ആദ്യമേ തന്നെ ബസ് പൊക്കളഞ്ഞു അല്ലേ, ബസ് മിസ്ഡായി. അപ്പോൾ എന്തിനാ പറയുന്നത്? കറക്റ്റ് ടൈമിലാണ് വന്നത് എന്നിട്ടും പക്ഷേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ബട്ട് എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്ന് ഈ ക്ലാസ്സിൽ ഐ എം ഗോയിങ് ടു ടീച്ച് യു സം മോർ കൺജങ്ഷൻ വേർഡ്സ്. അപ്പോൾ കുറച്ച് കൂടുതൽ കൺജങ്ഷൻ വേർഡ്സ് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൺജങ്ഷൻസ് അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? വെൻ, വൈൽ, ബിഫോർ, ആഫ്റ്റർ, ടിൽ. അപ്പോൾ ഏതൊക്കെയാണ്? when, then what? while, before, after, till. ഓക്കെ, അപ്പോൾ 1 2 3 4 5 ഈ 5 വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കൺജങ്ഷൻ. ഓക്കെ, സോ ടുഡേ ഐ എം ഗോയിങ് ടു ടീച്ച് യു ദീസ് 5 വേർഡ്സ് ടു യൂസ് ഇൻ സെൻറ്റൻസസ്. ഓക്കെ, ഈ 5 വേർഡ്സ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ഒരു കൺജങ്ഷനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. നമുക്കറിയാം ഗ്രാമർ ഇസ് നോട്ട് അറ്റ് ഓൾ എ ബോറിംഗ് തിങ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇഫ് വി ലേൺ ഇറ്റ് വി ക്യാൻ പ്ലേ ലൈക്ക് എ ഗെയിം. നമുക്ക് ഒരു ഗെയിം പോലെ കളിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്തെന്ന് ഗ്രാമർ. സോ ഓൾ ഓഫ് യു പ്ലീസ് ബി വെരി കെയർഫുൾ. ഓക്കെ ദെൻ കം ഓൺ. ഫസ്റ്റ്, അപ്പോൾ വെൻ എന്നുള്ളൊരു വേർഡ് എടുക്കാം. ഈ വെൻ എന്നുള്ള വേർഡ് കൺജങ്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തറിയണം? യൂസേജ് മനസ്സിലാക്കണം. ഇതെപ്പോഴാണ് ഈ വെൻ എന്നുള്ള വേർഡ് കൺജങ്ഷനായിട്ട് നമ്മളൊരു സെൻറ്റൻസിലേക്ക് യൂസ് ചെയ്യുക? ലെറ്റ് us see when can we use this word when as a conjunction in a sentence. Okay, see this when used to show the time of action. ഒരു ടൈം ഓഫ് ആക്ഷൻ കാണിക്കണമെങ്കിൽ അല്ലേ, എന്താണ് ടൈം ഓഫ് ആക്ഷൻ? ആ ഒരു ആക്ഷൻ നടന്ന ടൈമിനെ കാണിക്കേണ്ട സിറ്റുവേഷനിലാണ് വി ഹാവ് ടു യൂസ് ദിസ് പർട്ടിക്കുലർ വേർഡ് വെൻ ആസ് എ കൺജങ്ഷൻ. നമുക്ക് കൺജങ്ഷൻ ആയിട്ട് വെന്നിനെ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? വെൻ വി നീഡ് ടു ലൊക്കേറ്റ് ഓർ വെൻ വി നീഡ് ടു ഡിനോട്ട് ദ ടൈം ഓഫ് ആക്ഷൻ. ആക്ഷൻ്റെ ടൈം ഡിനോട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് നമുക്ക് വെൻ എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് midnight when I reached home. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് മിഡ് നൈറ്റ്, അപ്പോഴത്തേനും പാതിരാത്രി ആയിരുന്നു. വെൻ ഐ റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും. അപ്പം ഞാൻ വീട്ടിലെത്തിയത് ഒരു ആക്ഷനാണ്. അത് നടന്ന ടൈം എനിക്ക് കാണിക്കണമായിരുന്നു, മിഡ് നൈറ്റിലായിരുന്നു എന്നുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് വെൻ. Did you understand? ശ്രദ്ധിച്ചിരിക്കുക. We know that we have to use this word, this when, we have to use when we need to denote the time of an action. ഒരു ആക്ഷൻ്റെ ടൈം ഡിനോട്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് we have to use when. ഓക്കെ, അപ്പോൾ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് വാസ് മിഡ് നൈറ്റ്, ഞാൻ വന്നപ്പോഴത്തേനും പാതിരാത്രി ആയിരുന്നു, പാതിരാത്രിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു ടൈം കാണിക്കുകയാണ് എപ്പോഴാണ് ഞാൻ എത്തിയത്. എന്താണ് അവിടെ നടന്ന ആക്ഷൻ? വെൻ ഐ റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി എന്നുള്ളൊരു ആക്ഷൻ നടന്നത് എപ്പോഴാണ്? മിഡ് നൈറ്റ്. ഇറ്റ് വാസ് മിഡ് നൈറ്റ്.
അപ്പോൾ ആ ടൈം ഓഫ് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കൺജങ്ഷൻ യൂസ് ചെയ്തു ഇവിടെ? വെൻ യൂസ് ചെയ്തു. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ text book as a table. So now I'm going to the second one, okay? And the second one is while. So let me erase this. അപ്പോൾ നമ്മൾ നോക്ക് എന്ത് ഈസിയാണ് നോക്ക്. വെൻ ഹോ ഗയാ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് എന്താണ്? while. while കുറിച്ച് പഠിക്കാം. while യൂസേജ് എന്താണെന്ന് അറിയാമോ? യൂസ് ടു ഷോ 2 or more actions happening at the same time. അപ്പോൾ എന്താണ് while എന്നുള്ള സംഗതി യൂസ് ചെയ്യുന്നത്? while എന്നുള്ളൊരു വേർഡ് ഒരു കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ? 2 or more actions, രണ്ടോ അതിൽ കൂടുതലോ ആക്ഷൻസ്. 2 or more actions അല്ലേ? 2 or more actions happening at the same time. അതായത് രണ്ടോ അതിലധികമോ ആക്ഷൻസ് ഒരേ സമയത്ത് നടന്നാൽ അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? while എന്ന വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി നീഡ് ടു യൂസ് while when there is 2 or more actions happen at the same time. രണ്ടോ അതിൽ കൂടുതലോ ആക്ഷൻസ് ഒരേ സമയം നടക്കുകയാണെങ്കിൽ, രണ്ടോ അതിൽ കൂടുതലോ സംഭവങ്ങൾ ഒരേ ടൈമിൽ നടക്കുകയാണെങ്കിൽ we have to use while. Okay, so usage, this word is used to show 2 or more actions happening at the same time. Okay, അപ്പോൾ whileന്റെ യൂസേജ് എന്താണ്? This is used to show 2 or more actions happening at the same time അല്ലേ? when എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്തത്? അത് ആക്ഷൻ നടന്ന ടൈം ഡിനോട്ട് ചെയ്യാൻ. ഇഫ് വി വോണ്ട് ടു ഷോ ദ ടൈം ഓഫ് ആൻ ആക്ഷൻ വി ഹാവ് ടു യൂസ് വെൻ. ആൻഡ് ഇഫ് വി വോണ്ട് ടു ഷോ 2 or more actions happening at the same time we have to use while. ഓക്കെ, അപ്പോൾ while നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ടോ അതിലധികമോ ആക്ഷൻസ് ഒരേ സമയം, കുറേ സംഭവങ്ങൾ ഒരേ സമയം നടന്നാൽ we have to use the conjunction while. സോ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. while, അപ്പോൾ നിങ്ങൾ കൺജങ്ഷൻ ഒക്കെ ആദ്യമേ കയറി വരുമോ? ഓഫ് കോഴ്സ്. അപ്പോൾ അത് നമുക്ക് ബിഗിനിങ്ങിലൊക്കെ കാണാം. while mother was cooking, I cleaned up the room. Okay, so while mother was cooking, അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ I cleaned up the room, ഞാൻ റൂം ക്ലീൻ ചെയ്തു. How many actions took place here? എത്ര സംഭവങ്ങൾ ഇവിടെ നടന്നു? 2 actions. നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ ആക്ഷൻസ് ഒരേ സമയം നടന്നാൽ നമ്മൾ while യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര ആക്ഷൻസാണ് നടന്നതെന്ന് നോക്ക്. 2 ആക്ഷൻസ് നടന്നില്ലേ? മദർ വാസ് കുക്കിംഗ്, മദർ കുക്ക് ചെയ്യുകയായിരുന്നു. I cleaned up the room, ഞാൻ റൂം ക്ലീൻ ചെയ്തു. രണ്ടും 2 ആക്ഷൻ അല്ലേ? രണ്ടും 2 പ്രവൃത്തിയല്ലേ? രണ്ടും 2 സംഭവങ്ങളല്ലേ? അപ്പോൾ 2 സംഭവങ്ങളും എപ്പോഴാണ് നടന്നത്? ഒരേ സമയം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി ഹാവ് ടു യൂസ് while. while ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ 2 സെൻറ്റൻസിനെയും ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ വെൻ ആൻഡ് while അത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെന്നാണെന്ന് അറിയാമോ പഠിക്കാൻ പോകുന്നത്? ബിഫോർ. എന്തെന്നാണ്? ബിഫോർ. ഓക്കെ, ബിഫോറിൻ്റെ യൂസേജ് യൂസ് ടു ഷോ ടൈം മീൻസ് earlier than. ഓക്കെ, അപ്പോൾ ബിഫോർ എന്നുള്ള വാക്ക് അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. യു പീപ്പിൾ ഓൾറെഡി ന്യൂ ഹൗ ടു യൂസ് ബിഫോർ ഓർ വെൻ ടു യൂസ് ബിഫോർ. നമ്മൾ ബിഫോർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൈമാണ്. ടൈം എന്ന് ചോദിച്ചിട്ട് എങ്ങനത്തെ ടൈം? earlier than. അതായത് നമ്മൾ കുറേ മുന്നേ എന്നുള്ള ഒരു മീനിങ് വരുന്ന ടൈം. മുന്നേ, അതിന് മുന്നേ, ഇതിന് മുന്നേ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നേ എന്ന് പറയുന്നത്. അപ്പം ഏർലിയർ ആയിട്ടുള്ള ഒരു ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ് വാട്ട്? ബിഫോർ. സോ ബിഫോർ വി ഹാവ് ടു യൂസ് ടു ഷോ ടൈം earlier than. ഓക്കെ, സോ വി യൂസ് ടു ഷോ ടൈം earlier
ദാൻ. നമുക്കറിയാം നമ്മളിത് കാണിക്കുന്ന എന്നത്തിനാണ്? ടു ഷോ ടൈം. ടൈം മാത്രമോ? ഏർലിയർ ദാൻ അല്ലേ? നമുക്ക് കുറച്ച് മുന്നേ ഉള്ളത് എന്ന് കാണിക്കാനാണ് നമ്മൾ ഏർലിയർ, കുറേ മുന്നേ എന്നുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വി ഹാവ് ടു യൂസ് ബിഫോർ. അപ്പോൾ നമുക്കറിയാം, ഒന്നുകൂടി മിസ് പറയുകയാണ്, വെൻ എപ്പോൾ യൂസ് ചെയ്യും? if we want to show the time of an action, if we want to show the time of an action. അപ്പോൾ ഇതും മിസ് പറയുന്നത് ഇതും ടൈമാണെന്ന്. പക്ഷേ ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞു, ഈ ടൈമിനൊരു പ്രത്യേകതയുണ്ട്. വാട്ട് ഇസ് ഇറ്റ്? വി ഹാവ് ടു this here, the time means earlier than, അതിന് മുന്നേ എന്നുള്ള അർത്ഥം വരുന്നിടത്താണ് ബിഫോർ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് മീ quote one example so that you will be able to understand well. You must brush your teeth. You must brush your teeth before you go to bed. Okay, so you must brush your teeth before you go to bed. നീ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ, നീ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബ്രഷ്. നീ ബ്രഷ് ചെയ്യണം അല്ലേ? എന്തെന്ന്? യു ഹാവ് ടു ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് ചെയ്യണം അല്ലേ? സോ യു മസ്റ്റ് ബ്രഷ് യുവർ ടീത്ത് ബിഫോർ. എപ്പോൾ ചെയ്യണമെന്നാണ് പറയുന്നത്? എപ്പോൾ ചെയ്യണമെന്നാണ് പറയുന്നത്? ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ. ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യാനാണോ? അല്ല, ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ. സോ മുന്നേ എന്നുള്ള വേർഡാണ് ബിഫോർ, അതുകൊണ്ടാണ് ഏർലിയർ ദാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ യു മസ്റ്റ് ബ്രഷ് യുവർ ടീത്ത് ബിഫോർ യു ഗോ ടു ബെഡ്. സോ ഹിയർ വി ഹാവ് ടു യൂസ് ദിസ് ബിഫോർ ടു ഷോ ദ ടൈം, ആൻഡ് ഹിയർ ദ ടൈം മീൻസ് ഏർലിയർ ദാൻ. മുന്നേ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന്, അങ്ങനത്തെ ടൈമിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷനാണ് ബിഫോർ. ഓക്കെ, സോ നമ്മൾ ബിഫോറിൻ്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞു. And now we are moving on. And now we have after. എന്തെന്നാണെന്നറിയോ? ആഫ്റ്റർ. അപ്പോൾ ഈ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഓ മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ബിഫോർ ആഫ്റ്ററൊക്കെ അറിയാം. എങ്കിലും ഞാനും കൂടെ ഒന്ന് പറഞ്ഞു തരാം, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം അല്ലേ? ഓക്കെ, ആഫ്റ്റർ മീൻസ് വാട്ട്? യൂസ് ടു ഷോ ടൈം means later than. Okay, so use to show time, what means later than. അപ്പോൾ പറഞ്ഞു ഇതും എന്ത് ഷോ ചെയ്യാൻ, എന്ത് കാണിക്കാനാണ്? ടൈം കാണിക്കാൻ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാണ്? later than. Okay, later than. ആഫ്റ്റർ എന്നുള്ളതും ഒരു ടൈം ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് മുന്നേ അല്ല, ഇത് കഴിഞ്ഞിട്ട് എന്നുള്ളൊരു മീനിങ് വരുമ്പോഴത്തേനുമാണ് നമ്മളിത് യൂസ് ചെയ്യുക. സോ ലേറ്റർ ദാൻ. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ആഫ്റ്റർ they won the match, the team had a party. The team had a party. Okay, after they won the match. ആ മാച്ച് വിജയിച്ചതിന് ശേഷം the team had a party. ടീമിനൊരു പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ? ടീമിനൊരു പാർട്ടി കിട്ടി, അല്ലെങ്കിൽ ടീമിനൊരു പാർട്ടി ഉണ്ടായിരുന്നു. എപ്പോഴാണ്? ആ മാച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ശേഷം എന്നുള്ളത് ടൈം. എപ്പോഴായിരുന്നു അവർക്ക് കിട്ടിയത്? അപ്പോൾ ടൈമിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ശേഷം എന്നുള്ളത്, അതായത് ലേറ്റർ ദാൻ, കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ വി യൂസ്ഡ് ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടല്ലോ. Now we are moving to the final word. ഏതാണ്? till അല്ലേ? till എന്നുള്ളത് നോക്കാം. till എന്തെന്നാണെന്നറിയോ? till used to talk about a situation that will continue up to a certain moment. Okay, so it is used to talk about a situation. ഇതും ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. എങ്ങനെ? that will continue up to a certain moment. അത് പക്ഷേ ഉണ്ടല്ലോ, ഏകദേശം ഒരു പ്രത്യേക സമയം വരെ, ഏകദേശം ഒരു പ്രത്യേക നിമിഷം വരെ അതെന്തെന്നാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതിനാണ് ടിൽ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇതെല്ലാം ഒരു സിറ്റുവേഷൻ
ഡിനോട്ട് ചെയ്യാനാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയാമോ? ദിസ് വിൽ കണ്ടിന്യൂ അപ്പ് ടു എ സർട്ടൺ മൊമെൻറ്റ് അല്ലേ? ഒരു പ്രത്യേക സമയം വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ടിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് യു എനി കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ഇൻഡോർസ് till the rain stops. Till the rain stops. Okay, so stay indoors till the rain stops. അവർ പറയാണ്, അവരൊരു ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? നിങ്ങൾ അകത്ത് തന്നെ നിന്നോളൂ. ടിൽ, എപ്പോ വരെ? എത്ര നേരം വരെ നിൽക്കണം? എത്ര നേരം വരെ ആ നിൽപ്പ് കണ്ടിന്യൂ ചെയ്യണം? എത്ര നേരം വരെ? ടിൽ ദ റെയിൻ സ്റ്റോപ്സ്, മഴ നിൽക്കുന്നത് വരെ അല്ലേ? മഴ തീരുന്നത് വരെ നിങ്ങൾ അകത്ത് നിൽക്കൂ. അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഒരു നിമിഷത്തേക്ക്, ഒരു പ്രത്യേക സമയത്തേക്ക്, ഒരു പ്രത്യേക സമയം വരെ, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ടിൽ എന്ന വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വേർഡ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മിസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. In class 3 and in lesson 3 you have a grammar portion, and in that grammar portion we want to learn conjunction. conjunction കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ when, while, before, after, till. when, while, before, after, till. അങ്ങനെയുള്ള 5 വേർഡ്സ്, അങ്ങനെയുള്ള 5 വേർഡ്സിനെ കുറിച്ചിട്ടുള്ള കൺജങ്ഷൻ്റെ യൂസേജസ് ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ലെറ്റ് മീ എക്സ്പ്ലെയിൻ. വെൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിനോട്ട് ആൻ ആക്ഷൻ അല്ലേ? നമുക്ക് എന്തെന്നാണ് ഒരു ആക്ഷൻ, ആ ആക്ഷൻ എപ്പോൾ സംഭവിച്ചു അതിൻ്റെ ഒരു ടൈം, ടു ഡിനോട്ട് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. ടൈം ഓഫ് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ്റെ ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈലോ? Now we are recalling the things, okay, recalling the points what we have studied today. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഒന്ന് റീകോൾ ചെയ്യുകയാണ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ബി ലിസൺ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. മിസ് ഒന്നുകൂടി പറയുക. വെൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് യു വോണ്ട് ടു ഡിനോട്ട് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ്റെ ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈൽ യൂസ് ചെയ്യുന്നതോ ടു ഷോ ദാറ്റ് 2 or more actions happening at the same time. രണ്ടോ അതിലധികമോ ആക്ഷൻസ് അല്ലേ? 2 or more actions, രണ്ടോ അതിലധികമോ ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈംസ്. ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈംസ് ഷോർട്ടാക്കിയാണ് എഴുതുന്നത്. ഇത് കറക്റ്റ് സ്പെല്ലിംഗ് ആണെന്ന് വിചാരിച്ച് കളയരുത്. 2 or more actions happening at the same time. രണ്ടോ അതിലധികമോ ആക്ഷൻസ് ഒരേ സമയം നടക്കുന്നതിന്. അടുത്തത് എന്തായിരുന്നു? ബിഫോർ. ദിസ് വി വോണ്ട് ടു ഷോ ദ ടൈം. ബിഫോർ എന്നുള്ളത് ഒരു ടൈമിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനത്തെ ടൈമിനെയാണ്? ഏർലിയർ ദാൻ, മുന്നേ എന്നർത്ഥം അല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ടൈമാണ്? ഏർലിയർ ദാൻ, മുന്നേ അല്ലേ? നീ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നീ പല്ല് തേക്കണം. പിന്നെ അടുത്തതോ? ആഫ്റ്റർ. ആഫ്റ്റർ എപ്പോഴാ? അതും ടൈം തന്നെയാണ് അല്ലേ? പക്ഷേ മുന്നേ ആണോ? അല്ല. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം, കഴിഞ്ഞിട്ട്. ലേറ്റർ ദാൻ അല്ലേ? ലേറ്റർ ദാൻ ആണ് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? അത് എക്സാം പാസ്സായി കഴിയുമ്പോഴല്ലേ നമുക്ക് ആൾക്കാരൊക്കെ പാർട്ടി തരിക. അപ്പോൾ അതിന് ശേഷം എന്നുള്ള മീനിങ് വരേണ്ട സെൻറ്റൻസിലാണ് നമ്മൾ ഈ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്തതാണ് ടിൽ. ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യൂസ് ചെയ്യുന്ന പറയുന്നത് ടു ടോക്ക് അബൌട്ട് എ സിറ്റുവേഷൻ. അത് നമ്മളൊരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടിൽ. എങ്ങനെയാണ്? അത് കണ്ടിന്യൂ ചെയ്യും അപ് ടു എ സർട്ടൻ മൊമെൻറ്റ് അല്ലേ? അത് കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പം വരെയാണ്? അപ് ടു എ സർട്ടൻ മൊമെൻറ്റ് അല്ലേ? ഒരു പ്രത്യേക നിമിഷം വരെ അത് കണ്ടിന്യൂ ചെയ്യും. അതായത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, ഞാൻ വരുന്നത് വരെ, ടിൽ ഐ കംസ്, അല്ലെങ്കിൽ എന്താ മഴ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ്, അതുവരെ, ഇതുവരെ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടിൽ യൂസ് ചെയ്യുന്നത്. So today I want to teach you only this much. That is, I have taught you today the usages of 5 words
that we can use as conjunction. And I hope you people understood this topic very well, and I hope you enjoyed this video also. So inshallah, I'll come with the exercise of the same topic in the next video and in the next class. Till then, you please take care. Assalamu alaikum.